ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സെൽസ് ആൻഡ് ബാറ്ററീസിലെ 6ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രൈമറി സെല്ലുകളെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചു. ഇന്നത്തെ ക്ലാസ് സെക്കൻഡറി സെല്ലിലെ 1ാമത്തെ ക്ലാസ്സാണ്. സെക്കൻഡറി സെല്ലിൽ നമ്മൾ പാർട്സ് ഓഫ് ലെഡ് ആസിഡ് സെല്ലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ലെഡ് ആസിഡ് സെല്ലിൻ്റെ പാർട്സുകൾ ഏതൊക്കെ സെക്കൻഡറി സെല്ലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു സ്റ്റേറ്റ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ലെഡ് ആസിഡ് സെൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലെഡ് ആസിഡ് സെല്ലിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സെക്കൻഡറി സെൽ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെ സെല്ലുകളുള്ളതെന്നുള്ള പഠിച്ചപ്പോൾ സെക്കൻഡറി സെല്ലുകൾ എന്താണ്, നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ബാറ്ററിയിലേക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്താൽ, അങ്ങോട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, റീചാർജ് ചെയ്യും. ആ റീചാർജ് ചെയ്യുന്ന സെല്ലിനെയാണ് സെക്കൻഡറി സെല്ലെന്ന് പറയുക. അപ്പോൾ റീചാർജ് ചെയ്യുന്ന സെല്ലിനെ നമ്മൾ സെക്കൻഡറി സെല്ല് എന്ന് പറയും. ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും സെക്കൻഡറി സെല്ലിലെ ചാർജിങ്ങും ഡിസ്ചാർജിങ് പ്രോസസ്സും സംഭവിക്കുന്നത് എന്തിനാണ്, അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് അനുസരിച്ചാണ് ഇതിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ സംഭവിക്കുന്നത്. അത് ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും നമ്മൾ വളരെ വിശദമായി പഠിച്ചിരുന്നു. അപ്പോൾ അത് എല്ലാവരും നോക്കുക. ഈ ടൈപ്സ് ഓഫ് സെക്കൻഡറി സെല്ല് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞതാണ്. ഒന്ന് ലെഡ് ആസിഡ് സെല്ലാണ്, രണ്ടാമത്തത് ആൽക്കലൈൻ സെല്ല് ഓർ നിക്കൽ അയേൺ സെല്ല്, അതുപോലെ തന്നെ നിക്കൽ കാഡ്മിയം സെല്ലുണ്ട്. ഈ രണ്ട് സെല്ലുകളെ പറ്റിയാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലെഡ് ആസിഡ് സെല്ലിൻ്റെ കൺസ്ട്രക്ഷനാണ് പഠിക്കുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് ലെഡ് ആസിഡ് സെല്ലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കണ്ടെയ്നർ, പിന്നെ പ്ലേറ്റ്സ്, പിന്നെ സെപ്പറേറ്റർ, പോസ്റ്റ് ടെർമിനൽ, അങ്ങനെ ഇലക്ട്രോലൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത് കണ്ടെയ്നറാണ്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേയുള്ള പാളി, പിന്നെ ഒരു ബോക്സ്. ആ കണ്ടെയ്നറിനെ നിർമ്മിച്ചിരിക്കുന്നത് ഹാർഡ് റബ്ബർ അല്ലെങ്കിൽ ഗ്ലാസ് ഓർ സെല്ലുലോയിഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ അക്കോമഡേറ്റ് ദി ബാറ്ററി പ്ലേറ്റ്, സെപ്പറേറ്റർ ആൻഡ് ഇലക്ട്രോലൈറ്റ്. ബാറ്ററീൻ്റെ പ്ലേറ്റുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സെപ്പറേറ്റർ, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ വെച്ചത്. ഇതാണ് അതിൻ്റെ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് വെച്ചത്, ഈ ബാറ്ററിൻ്റെ പ്ലേറ്റുകൾ, സെപ്പറേറ്ററുകൾ, ഇലക്ട്രോലൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചത് എന്താണ്, ഈ കണ്ടെയ്നറിനുള്ളിലാണ്. ഈ കണ്ടെയ്നറിൻ്റെ നമ്മൾ ഈ ബാറ്ററിൻ്റെ പ്ലേറ്റ്, ആ പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റുമാണ്. ആ പ്ലേറ്റുകൾ എന്താണ്, നമ്മൾ ഇതിൻ്റെ താഴെയുള്ള ഒരു റിബ്, ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു സാധനമുണ്ട്, പൊങ്ങി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനമുണ്ട്. ആ റിബ് എന്നാണ് അതിന് പേര് പറയുക. അതെന്താണ്, ഈ പ്ലേറ്റുകൾ റെസ്റ്റ് ചെയ്യുന്ന ആ റിബുമലാണ്. പ്ലേറ്റുകൾ വെക്കുക ആ റിബുമലാണ്. കണ്ടെയ്നറിൻ്റെ ഏറ്റവും താഴെ കുറച്ച് പൊക്കിയിട്ട് എന്താണ്, അതിൻ്റെ പേര് റിബാണ്. ആ റിബുമലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലേറ്റുകൾ വെക്കുക. ഈ റിബിന് ഇടയിലുള്ള സ്ഥലങ്ങളെ നമ്മൾ സെഡിമെൻറ്റ് ചേമ്പർ എന്നാണ് പറയുക. സെഡിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അടിഞ്ഞുകൂടാനുള്ള സ്ഥലം. നമ്മളെന്തെങ്കിലും പിന്നെ ഇതിൽ സെഡിമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും താഴെ അടിഞ്ഞുകൂടും. അപ്പോൾ ആ സെഡിമെൻറ്റ് ചേമ്പർ, ഏറ്റവും താഴെയുള്ള പോർഷനാണ് നമ്മൾ സെഡിമെൻറ്റ് ചേമ്പർ എന്ന് പറയുക. അപ്പോൾ ആ റിബിനിടയിലുള്ള ഏറ്റവും താഴെയുള്ള എന്താണ്, ഇത് എന്തെങ്കിലും പിന്നെ സെഡിമെൻറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റുകൾക്ക് അഫക്റ്റ് ചെയ്യാതെ, പ്ലേറ്റുകളിൽ അടിഞ്ഞുകൂടാതെ താഴെ ചേമ്പറിൽ അടിയാൻ അതിന് സെഡിമെൻറ്റ് ചേമ്പർ എന്നാണ് പറയുക. ആ സെഡിമെൻറ്റിലൊക്കെ താഴെ വന്ന് അടിയാനും വേണ്ടി ഉള്ള ചേമ്പറാണ്, പിന്നെ സെഡിമെൻറ്റ് ചേമ്പർ എന്നാണ് അതിനെ പറയുക. പിന്നെ ഓരോ സെല്ലും സെപ്പറേറ്റ് പാർഷൻ ആർ പ്രൊവൈഡ് ദി കണ്ടെയ്നർ. ഓരോ സെല്ലിനും സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ പിന്നെ ഓരോ പാർട്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കണ്ടെയ്നറിനുള്ളിൽ ഓരോ സെല്ലിനും പ്രത്യേകം പാർട്ടീഷൻ ഉണ്ടാവും. ഇവിടെ നോക്കുക, ഓരോന്നിനും പാർട്ടീഷൻ ഉണ്ട്. ആ പാർട്ടീഷൻ ഓരോ സെല്ലിനും പ്രത്യേകം ഉണ്ടാവും. പ്ലേറ്റുകൾ 2 ടൈപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും. അതിൽ പോസിറ്റീവ് പ്ലേറ്റ് 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ആ ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് 2 എണ്ണം. ഒന്ന് പ്ലാന്റ് പ്ലേറ്റ് ഓർ ഫോംഡ് പ്ലേറ്റ്, രണ്ടാമത്തത് 4 പ്ലേറ്റ് ഓർ പേസ്റ്റഡ് പ്ലേറ്റ്. അങ്ങനെ 2 എണ്ണമാണുള്ളത്. അതിലെന്താണ്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ് പ്ലേറ്റിൻ്റെ കളറ് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ചോക്ലേറ്റ് ബ്രൗൺ ആയിരിക്കും. ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആയിരിക്കും കളർ പോസിറ്റീവ് പ്ലേറ്റ്. പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കിയത് ലെഡ് പെറോക്സൈഡ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ്, PbO2. ലെഡ് പെറോക്സൈഡ്, അതിൻ്റെ കളറ് ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആയിരിക്കും.
നമുക്ക് പ്ലാന്റ് പ്ലേറ്റിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. 2 രീതിയിലാണ് ഉണ്ടാക്കുക നമ്മൾ പറഞ്ഞു. ഒന്ന് പ്ലാന്റ് പ്ലേറ്റും അത് അല്ലെങ്കിൽ അതിൻ്റെ പേര് ഫോംഡ് പ്ലേറ്റ് എന്നാണ്. അതിലുണ്ടാക്കൽ ദീസ് ആർ പ്രിപ്പയർഡ് ബൈ ദി പ്രോസസ് ഓഫ് റിപ്പീറ്റഡ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഇത് ഉണ്ടാക്കൽ എന്താണ് റിപ്പീറ്റ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ചെയ്തിട്ടാണ് ചാർജ് ചെയ്യുക പിന്നെ ഡിസ്ചാർജ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോസസ്സർ വഴിയാണ് ഈ പ്ലാന്റ് പ്ലേറ്റ് ഉണ്ടാക്കുക. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ ലെഡാണ് നമ്മൾ തുടക്കത്തിലെടുക്കുക. ആ ലെഡ് എന്ത് ചെയ്യും ചാർജ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും ലെഡ് പെറോക്സൈഡായിട്ട് മാറും. ചാർജിങ്ങിന് ശേഷം ലെഡ് പെറോക്സൈഡായിട്ട് ഇത് മാറുകയാണ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡാണ്, അതിന് PbO2 എന്നാണ് അതിന് പറയുക. അപ്പോൾ ലെഡ് പെറോക്സൈഡായിട്ട് മാറ്റുക ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സിലാണ് ഈ പ്ലാന്റ് പ്ലേറ്റ് എന്നുള്ള ഇതിൽ നമ്മൾ പിന്നെ പോസിറ്റീവ് പ്ലേറ്റ് നിർമ്മിക്കുക. ഇനി രണ്ടാമത്തത് പേസ്റ്റഡ് ഓർ ഫെയർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റെക്റ്റാങ്കുലർ ലെഡ് ഗ്രിഡ്, ലെഡ് കൊണ്ടുള്ള റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഈ ഗ്രിഡിന് എന്താണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പേസ്റ്റ് എന്താണ് ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഈ പോസിറ്റീവ് പ്ലേറ്റ് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത് ലെഡ് പെറോക്സൈഡ്, അതാണ് PbO2. ആ PbO2ൻ്റെ പേസ്റ്റ് അതിൻ്റെ പേസ്റ്റഡ് ഫോമാണ്. അത് എന്തിൽ ഫില്ല് ചെയ്യും ഈ ലെഡ് ഗ്രിഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യും. ഇത് ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും നമ്മൾ പേസ്റ്റഡ് ലെഡ് പെറോക്സൈഡ് നമ്മളിതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യും. അങ്ങനെയാണ് പേസ്റ്റഡ് ഓർ ഫെയർ പ്ലേറ്റ് ഉണ്ടാക്കുക. അപ്പോൾ റെക്റ്റാങ്കുലർ ലെഡ് ഗ്രിഡ് ഉണ്ട്, അതിനിടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും പേസ്റ്റഡ് ഫോമായ ലെഡ് പെറോക്സൈഡ് നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതിൻ്റെ കളറ് ചോക്ലേറ്റ് ബ്രൗൺ ആണ് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ. ഇനി രണ്ടാമത് നെഗറ്റീവ് പ്ലേറ്റ് ആണ്. നെഗറ്റീവ് പ്ലേറ്റ് എന്താണ് നമ്മൾ സ്പോഞ്ചി ലെഡാണ്. നെഗറ്റീവ് പ്ലേറ്റ് സ്പോഞ്ചി ലെഡ് കൊണ്ടാണ് PbO2 ആണ് എന്താണ് ലെഡ് പെറോക്സൈഡ് ആണ് നമ്മൾ പിന്നെ പോസിറ്റീവ് പ്ലേറ്റ് പറഞ്ഞത്. നെഗറ്റീവ് പ്ലേറ്റ് സ്പോഞ്ചി ലെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. എന്താണ് അതുണ്ടാക്കിയത് റെക്റ്റാങ്കുലർ ലെഡ് ഗ്രിഡ്. ഈ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ലെഡ് ഗ്രിഡിൽ എന്താണ് ആക്റ്റീവ് മെറ്റീരിയൽ ആ സ്പോഞ്ചി ലെഡ് പേസ്റ്റ് ഫോമിലുള്ള സ്പോഞ്ചി ലെഡ് നമ്മൾ നിറക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കളർ ഗ്രേ കളറായിരിക്കും. നെഗറ്റീവ് പ്ലേറ്റ് സ്പോഞ്ചി ലെഡാണ് ഉപയോഗിച്ചത്. PB ലെഡാണ് എന്ത് നെഗറ്റീവ് പ്ലേറ്റ്, അതിൻ്റെ കളർ ഗ്രേ ആണ്. പോസിറ്റീവ് പ്ലേറ്റ് PbO2 ലെഡ് പെറോക്സൈഡ് ആണ്, അതിൻ്റെ കളർ ചോക്ലേറ്റ് ബ്രൗൺ. അത് ഓർത്ത് വെക്കാം. ഇനി എന്താണ് ഈ ആംബിയർ അവർ കപ്പാസിറ്റി. നമ്മളൊരു ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ പറയുക ആംബിയർ അവറിലാണ് അല്ലേ, നമ്മൾ AH എന്നാണ് അതിന് പറയുക. നമ്മൾ പിന്നെ ഇൻവേർട്ടറൊക്കെ എത്ര AHൻ്റെ ബാറ്ററി എന്നാണ് ചോദിക്കുക. അപ്പോൾ AH എന്നുള്ളതിൻ്റെ എന്താണ് ആംബിയർ ഹവർ എന്നാണ് AH. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ 100 AH അല്ലേ 100 AH ആണോ 150 AH ആണോ എന്നൊക്കെയാണ് ചോദിക്കുക. AH എന്ന് പറഞ്ഞാൽ ആംബിയർ ഹവറാണ്. അതിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ പറയണത്. ഒരു പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ പറയുക ആംബിയർ ഹവറിലാണ്. അതെന്താണ് ഡിപ്പെൻഡ് ചെയ്യണത് എന്താണ് പ്ലേറ്റിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്ലേറ്റിൻ്റെ നമ്മൾ പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും നെഗറ്റീവ് പ്ലേറ്റിൻ്റെയും സൈസിനെ ആംബിയർ അവർ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ പിന്നെ ഏരിയ അല്ലേ, ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്ത് ചെയ്യും പ്ലേറ്റ് പിന്നെ അതിൻ്റെ ആംബിയർ അവർ കപ്പാസിറ്റി കൂടും. അപ്പോൾ ആംബിയർ കപ്പാസിറ്റി കൂടാൻ എന്താണ് ഈ സെല്ലിൻ്റെ സൈസ് കൂടാതെ സെല്ലിൻ്റെ സൈസ് വലുതാവാതെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഏരിയ കൂട്ടണം. നമുക്ക് പ്ലേറ്റിൻ്റെ സൈസ് വലുതാവാതെ എന്ത് ചെയ്യണം നമുക്ക് ഏരിയ കൂട്ടാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ലാർജ് നമ്പർ ഓഫ് തിൻ പ്ലേറ്റ് ഇൻ ദി സെൽ ഇൻസ്റ്റെഡ് ഓഫ് 2 പ്ലേറ്റ്. 2 വലിയ പ്ലേറ്റുകൾ ഉപയോഗിക്കാതെ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും 2 വലിയ പ്ലേറ്റുകൾ ഉപയോഗിക്കാതെ എന്ത് ചെയ്യും കുറേ നമ്പർ പ്ലേറ്റുകൾ. അതെങ്ങനെ വളരെ തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ കൂടുതൽ നമ്പർ പ്ലേറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള എന്താണ് സാധാരണയിൽ എന്താണ് കൊമേഴ്സ്യൽ സെല്ലിൽ നമ്മളെന്താണ് ഓഡ് നമ്പർ 11, 13, 15 ഇങ്ങനെ ഓഡ് നമ്പറുള്ള പ്ലേറ്റുകൾ 11 നമ്പർ പ്ലേറ്റ് 13 നമ്പർ പ്ലേറ്റ് 15 നമ്പർ പ്ലേറ്റ് ഇങ്ങനെ ഒറ്റ സംഖ്യയുള്ള നമ്പറാണ് സാധാരണയിൽ ഉപയോഗിക്കുക. ഈ ഒറ്റ സംഖ്യയിൽ തന്നെ നെഗറ്റീവ് പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റിനേക്കാൾ 1 കൂടുതലായിരിക്കും. ഇപ്പോൾ 15 എണ്ണം ഉണ്ടെങ്കിൽ അല്ലേ 7 എണ്ണം പോസിറ്റീവ് പ്ലേറ്റും 8 എണ്ണം നെഗറ്റീവ് പ്ലേറ്റും ആയിരിക്കും. അപ്പോൾ 1 കൂടുതൽ. ദി നമ്പർ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ് ആൾവേസ് 1 മോർ ദാൻ ദി നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്. പോസിറ്റീവ് പ്ലേറ്റിനേക്കാൾ ഒരു നമ്പർ എന്ത് കൂടുതലുണ്ടാവും നെഗറ്റീവ് പ്ലേറ്റ് ആയിരിക്കും കൂടുതൽ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2
സൈഡിലും ഔട്ടർ സൈഡിൽ രണ്ട് ഔട്ടർ സൈഡിലും എന്തായിരിക്കും നെഗറ്റീവ് പ്ലേറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ രണ്ട് ഔട്ടർ സൈഡുകളിലും നമ്മൾ എന്താണ് കൊടുക്കുക നെഗറ്റീവ് പ്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവ് പ്ലേറ്റിനേക്കാൾ ഒരു നമ്പർ കൂടുതലായിരിക്കും എന്ത് നെഗറ്റീവ് പ്ലേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് ആംബിയർ അവർ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു. പ്ലേറ്റിൻ്റെ സൈസ് അല്ലേ, പ്ലേറ്റിൻ്റെ എന്താണ് പിന്നെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ ആംബിയർ അവർ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് പ്ലേറ്റിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് പ്ലേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്റ്റീവ് മെറ്റീരിയൽ യൂസ്ഡ്, പിന്നെ മെറ്റീരിയലിൻ്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രോലൈറ്റിൻ്റെ സ്ട്രെങ്ത്തും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആംബിയർ അവർ കപ്പാസിറ്റീനെ, ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ ആംബിയർ അവർ കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് സെപ്പറേറ്റർ ആണ്. സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് പ്ലേറ്റിനെയും നെഗറ്റീവ് പ്ലേറ്റിനെയും സെപ്പറേറ്റ് ചെയ്യാനും വേണ്ടി, രണ്ടും തമ്മിൽ ഷോർട്ട് ഇല്ലാതാക്കാനും വേണ്ടി കൊടുക്കണം. ഇതാണ് സെപ്പറേറ്റർ. ഇത് പോസിറ്റീവ് പ്ലേറ്റ്, ഇത് നെഗറ്റീവ് പ്ലേറ്റ്. ഇതൊക്കെ നെഗറ്റീവ് പ്ലേറ്റ് ആണ്, ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ആണ്. അതിനിടക്ക് വെക്കുന്ന സാധനമാണ് സെപ്പറേഷനും വേണ്ടി. ഇത് ഉണ്ടാക്കിയതെന്താണ് കെമിക്കലി ട്രീറ്റ് ചെയ്ത പോറസ് വുഡോ അല്ലെങ്കിൽ റബ്ബറോ വുഡോ, കെമിക്കലി ട്രീറ്റ് ചെയ്ത പോറസ് വുഡോ അല്ലെങ്കിൽ റബ്ബറോ ആണ് ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. അതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞു എന്താണ് അവോയ്ഡ് ഷോർട്ട് ഇൻ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്. പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും തമ്മിൽ ഷോർട്ടാകാതിരിക്കാനും വേണ്ടി കൊടുക്കുന്നതാണ് സെപ്പറേറ്റർ. അതുണ്ടാക്കിയത് പോറസ് വുഡോ അല്ലെങ്കിൽ റബ്ബറോ, കെമിക്കലി ട്രീറ്റ് ചെയ്ത പോറസ് വുഡോ അല്ലെങ്കിൽ റബ്ബറോ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇനി അടുത്തത് പ്ലേറ്റ് കണക്ടർ നോക്കുക. ഇതുണ്ടാക്കിയത് പ്യുവർ ലെഡ് കൊണ്ടാണ്. ഈ കാണുന്നത് ഇതല്ല, ഈ കാണുന്നതാണ് പ്ലേറ്റ്, ഓരോ പ്ലേറ്റാണ്. ആ പ്ലേറ്റുകൾ നോക്കുക. ആൾ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ് ആർ അസംബിൾഡ് ആൻഡ് വെൽഡഡ് സെപ്പറേറ്റ്ലി വിത്ത് ഇറ്റ് ഫോമിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഗ്രൂപ്പ്. ഇവിടെ നോക്കുക, ഇത് മുള്ള് പോസിറ്റീവ് ഗ്രൂപ്പാണ്, ഇത് നെഗറ്റീവ് ഗ്രൂപ്പാണ്. ഇത് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തു വെൽഡ് ചെയ്തിട്ട് ഇവിടെ ഈ കൊടുത്ത സാധനമാണ് എന്ത് പ്ലേറ്റ് കണക്ടർ. ഈ സാധനം ഈ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നതല്ല, ഇതിലും എന്താ ഈ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നതല്ല, അത് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ പറയുന്നുണ്ട്. ഈ സാധനമാണ് എന്ത് പ്ലേറ്റ് കണക്ടർ. പ്ലേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തത് എല്ലാ പോസിറ്റീവ് പ്ലേറ്റുകളും തമ്മിൽ കണക്ട് ചെയ്തു, എല്ലാ നെഗറ്റീവ് പ്ലേറ്റുകളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച ഈ സാധനമാണ് പ്ലേറ്റ് കണക്ടർ. ഇനി എന്താണ് പോസ്റ്റ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പൊങ്ങി നിൽക്കണേ, ഈ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഈ സാധനമാണ് പോസ്റ്റ് ടെർമിനൽ. ഇവിടെ നോക്കുക, ഇവിടെ ഈ പൊങ്ങി നിൽക്കുന്ന സാധനമാണ് പോസ്റ്റ് ടെർമിനൽ. എന്താണ് എ സ്മാൾ പോൾ എക്സ്റ്റെൻഡ് അപ്വേർഡ് ഫ്രം ഈച്ച് ഗ്രൂപ്പ് ഓഫ് വെൽഡഡ് പ്ലേറ്റ്. ഓരോ ഗ്രൂപ്പ് നമ്മൾ പ്ലേറ്റുകളും വെൽഡ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവും നെഗറ്റീവും വെൽഡ് ചെയ്തിട്ടുണ്ട്. ആ വെൽഡ് ചെയ്തതിൽ നിന്നും എന്താണ് പിന്നെ പൊങ്ങി നിൽക്കണ ഈ ഒരു ചെറിയൊരു പോള് നമ്മൾ എന്ത് ചെയ്യും ഇതിൽ മുകളിലേക്ക് പൊങ്ങിച്ച് കൊടുക്കും. അതെന്താണ് അത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതാണ്. എന്തുമല്ലേ പ്ലേറ്റ് കണക്ടറിൽ. ഇതാണ് പ്ലേറ്റ് കണക്ടറിൽ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഈ പോസ്റ്റ് ടെർമിനൽ. അപ്പോൾ ചെറിയൊരു ആ ചെറിയൊരു പോളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക പോസ്റ്റ് ടെർമിനൽ എന്ന് പറയുക. ഇവിടെ ഇങ്ങനെ ഈ കൊടുത്തതിന് മുകളിലേക്ക് കൊടുത്തേ, ഇതാണ് പോസ്റ്റ് ടെർമിനൽ. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു പിന്നെ ബാറ്ററിയാണ്. അത് ഈ കാണുന്നതാണ് പോസ്റ്റ് ടെർമിനൽ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാം ഒരു സാധനമാണ് അല്ലേ. ഇപ്പോൾ എന്താണ് നമ്മൾ ഒരു ബാറ്ററി ആക്കി മാറ്റണമെങ്കിൽ എന്താണ് സെല്ലിനെ നമ്മൾ സീരീസ് ആയിട്ടോ പാരലായിട്ടോ കണക്ട് ചെയ്യും. ഇവിടെ എന്താണ് വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാനും വേണ്ടി കൊടുക്കുന്ന സാധനം സെൽ കണക്ടർ. ഇവിടെ നമുക്ക് ഓരോ സെല്ലിനെയും കണക്ട് ചെയ്യാനും വേണ്ടി എന്താണ് ദീസ് ആർ ദ തിക്ക് ഡ്രിൽഡ് ബാർ മെയ്ഡ് ഓഫ് പ്യുവർ ലെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഉണ്ടാവും ഹോള് കൊടുത്തിട്ടുണ്ടാവും, ഹോള് കൊടുത്ത് ഡ്രില്ല് ചെയ്ത് ഒരു പ്യുവർ ലെഡ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് സെൽ കണക്ടർ. ഇത് എന്തിനാണ് സെൽസ് ആർ കണക്റ്റഡ് ആൻഡ് വെൽഡഡ് ഇൻ സീരീസ് ടു ഫോം എ ബാറ്ററി. ഒരു ബാറ്ററി നമ്മൾ പറഞ്ഞിരുന്നു, സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലാണ് ബാറ്ററി. അപ്പോൾ ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാനും വേണ്ടി, ഒരു ബാറ്ററി ആക്കി മാറ്റാനും വേണ്ടി നമ്മൾ സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യാനും വേണ്ടി കൊടുക്കുന്നതാണ് സെൽ കണക്ടർ. അതുണ്ടാക്കിയത് പ്യുവർ ലെഡ് കൊണ്ടാണ്. പിന്നെ സെല്ല് കവർ അല്ലേ, സെല്ലിൻ്റെ കവർ, ഈ മുകളിലുള്ള ഈ സാധനമാണ് സെൽ കവർ. സെല്ല് ഫുള്ളായിട്ട് നമ്മൾ ഉള്ളിലുള്ളത് കാണാക്കാനും അതിലേക്ക് വേറെ എന്തെങ്കിലും വീഴാതിരിക്കാനും അതിലുള്ള പിന്നെ സൾഫ്യൂരിക് ആസിഡ് ആണെന്നല്ല ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക, അത് നമ്മൾ പുറത്തേക്ക് വരാതിരിക്കാനൊക്കെ കൊടുക്കുന്നതാണ് സെൽ കവർ, ഫുള്ളായിട്ട് കവർ ചെയ്യാനും വേണ്ടി. പിന്നെ വെൻറ്റ് പ്ലഗ്, ഈ സാധനമാണ് വെൻറ്റ് പ്ലഗ്. ഇപ്പോൾ പുതിയതായിട്ട് അല്ലേ ഈ സാധനം നമ്മൾ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ അളവ് നമുക്കറിയാനും വേണ്ടി ഒരു ഫ്ലോട്ട് കൊടുത്തിട്ടുള്ള സാധനവും നമ്മൾ ഉപയോഗിക്കും. ഈ വെൻറ്റ് പ്ലഗ്ഗാണ്.
ദേ ആർ മെയ്ഡ് ഇത് ഉണ്ടാക്കിയതെന്നാണ് പോളിസ്ട്രെയിൻ അല്ലെങ്കിൽ റബ്ബർ യൂസ്വലി സ്ക്രൂഡ് ഇൻ ദി കവർ അല്ലേ, ഇതിൽ സ്ക്രൂ ചെയ്തിട്ടാണ്, നമുക്കറിയാം അത് എന്താണ്, ഇത് സ്ക്രൂ ചെയ്തിട്ടാണ്. ഇതാണെങ്കിലും സാധാരണ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇതാണ് കിട്ടുക, പിന്നെ നമ്മൾ മാറ്റിയിടലാണ് ഈ സാധനം. എന്താണ് ഇതെന്തിനാണ് ഇവിടെ നമുക്ക് എന്താണ് ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ എത്ര ഉണ്ടെന്നുള്ള അറിയാനുള്ള ഒരു ഫ്ലോട്ട് ഇതിനുള്ളിലുണ്ടാവും. അതാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് വെൻറ്റ് പ്ലഗ് എന്ന് പറയുക. ആ വെൻറ്റ് പ്ലഗ് അല്ലെങ്കിൽ ഫില്ലർ ക്യാപ്പ് അല്ലേ, നമുക്ക് ഇതിലേക്ക് ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്യുക ഇതിനുള്ളിലൂടെയാണ്. ഇതിപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രൂ അയച്ചിട്ട് എന്ത് ചെയ്യും, ഇത് അയച്ചിട്ട് നമ്മൾ ഇതിലൂടെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, വെൻറ്റ് പ്ലഗ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്, എന്തിനാണ് കൊടുത്തത്. ഒന്നെന്താണ് പ്രിവെൻറ്റ് എസ്കേപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ് പുറമേക്ക് ചാടി പോവാതിരിക്കാൻ, ഒഴുകി പോവാതിരിക്കാനും വേണ്ടിയാണ് ഓരോ ആവശ്യം. വെൻറ്റ് പ്ലഗിൻ്റെ ആവശ്യം പ്രിവെൻറ്റ് എസ്കേപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തെ ആവശ്യം അലോ ഫ്രീ എക്സിറ്റ് ഓഫ് ഗ്യാസ്. ഇതിനുള്ളിൽ ഗ്യാസ് ഉണ്ടാവും, നമ്മൾ ഇനി പഠിക്കുമ്പോൾ അറിയും, ഇതിനുള്ളിൽ ഗ്യാസ് ഉണ്ടാവും. ഫുള്ളി ചാർജ്ഡ് ആയ സെല്ലിൽ എന്ത് ചെയ്യും, ഗ്യാസ് നല്ലോണം ഉണ്ടാവും. ആ ഗ്യാസ് എന്ത് ചെയ്യണം, പുറത്തേക്ക് പോവാൻ ഇതിൻ്റെ പുറമെ എന്ത് ചെയ്യണം, ഒരു ദ്വാരം ഉണ്ടാവും, ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ദ്വാരം ഉണ്ടാവും, ഇതിലാണെങ്കിലും ദ്വാരം ഉണ്ടാവും. അതിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുക എന്നുള്ളൊരു ഫങ്ഷനും കൂടി ഇതിനുണ്ട്. അപ്പോൾ 2 ഫങ്ഷൻ ഉണ്ട്. ഒന്ന് പ്രിവെൻറ്റ് എസ്കേപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്, രണ്ടാമത് അലോ ഫ്രീ എക്സിറ്റ് ഓഫ് ഗ്യാസ്. പിന്നെന്താണ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ഫോർ ടോപ്പിംഗ് അപ്പ് ഓർ ടേക്കിംഗ് ഹൈഡ്രോമീറ്റർ റീഡിങ്. ഇത് നമുക്ക് തുറന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ഇലക്ട്രോലൈറ്റ് നമുക്ക് നടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ, ഈ ഹൈഡ്രോമീറ്റർ ഉള്ളിലേക്ക് വെക്കാനും വേണ്ടി നമുക്ക് ഇത് തുറന്നിട്ട് ഇതിനുള്ളിലേക്ക് നമുക്ക് ഹൈഡ്രോമീറ്റർ അടത്തി വെച്ചിട്ട് വേണം നമുക്ക് ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ഇത് സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ. അപ്പോൾ അതിനും ഈ വെൻറ്റ് പ്ലഗ് ഇതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെൻറ്റ് പ്ലഗ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, ഈ സാധനമാണ്. അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ള നമ്മൾ പറഞ്ഞു. ഇനി ഇലക്ട്രോലൈറ്റ് നമ്മൾ പോസിറ്റീവ് പ്ലേറ്റ് പറഞ്ഞു, നെഗറ്റീവ് പ്ലേറ്റ് പറഞ്ഞു. പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡ് ആണ്, നെഗറ്റീവ് പ്ലേറ്റ് ലെഡാണ്, സ്പോഞ്ചി ലെഡാണ്. അതിൻ്റെ കളറൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് ആസിഡ് സെൽ ഈസ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് H2SO4. ഡൈല്യൂട്ട് നേർപ്പിച്ച വെള്ളം പറഞ്ഞ് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ ഉപയോഗിക്കുക. H2SO4 ആണ് അതിൻ്റെ ശാസ്ത്രനാമം. എന്താണ്, സൾഫ്യൂരിക് ആസിഡ് ആണ് ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ്. ഇത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ്, നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡാണ് ഇതിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് നമ്മൾക്ക് അളക്കുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടാവുക 1.24 to 1.28, 1.24 മുതൽ 1.28 വരെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടാവുക. ഇത് എന്താണ് നിർമ്മാണത്തിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ 1.24 മുതൽ 1.28 നമ്മൾ പറയാം 1.28 എന്നാണ് ഫുള്ളി ചാർജ്ഡിൻ്റെ. അപ്പോൾ 1.28 മുതൽ 24 മുതൽ 1.28 വരെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് മെഷേർഡ് ബൈ യൂസിങ് ഹൈഡ്രോമീറ്റർ. നമ്മൾ പറഞ്ഞു, അതൊക്കെ നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്ററാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാനും വേണ്ടി, ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര ഉണ്ടെന്നുള്ള അളക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്ററാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും. പിന്നെ അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ, കൺസ്ട്രക്ഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് ചെയ്ത് നെഗറ്റീവ് പ്ലേറ്റ് ചെയ്ത് അതിൻ്റെ കണ്ടെയ്നർ എന്താണ്, സെപ്പറേറ്റർ എന്താണ്, പിന്നെ എന്താണ് വെൻറ്റ് പ്ലഗ് എന്താണ്, അതിൻ്റെ പോസ്റ്റ് ടെർമിനൽ എന്താണ്, പിന്നെ ഈ ഓരോന്നും നെഗറ്റീവ് പ്ലേറ്റ് ഏതാണ്, പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. എല്ലാവരും കണ്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതറിഞ്ഞെങ്കിലേ പിന്നെ ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വർക്കിംഗ് ഓഫ് ലെഡ് ആസിഡ് സെല്ല്, ഇങ്ങനെ നമ്മളൊരു ലെഡ് ആസിഡ് സെല്ല് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഇലക്ട്രോലൈറ്റും ഒക്കെ ഉണ്ടാക്കിയാൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ. അതിൻ്റെ കെമിക്കൽ ആക്ഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുക. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.